ഇതിന് വൃത്തി വേണം. അത് ഞാൻ സ്ഥിരം എൻ്റെ വീഡിയോസിൽ പറയണ കാര്യമാണ്, ഞാൻ എപ്പോഴും പറയുന്നു. ഇതെല്ലാം മഴയ്ക്ക് കഴിഞ്ഞതിന് ശേഷം സ്ക്രീനിലോട്ട് വരാൻ പോകുന്ന താരങ്ങളാണ്. ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഞാൻ 2 ദിവസം മുമ്പ് ഡീപ് ക്ലീൻ ചെയ്തതാണ്. അപ്പം ഇന്ന് എൻ്റെ മിറർ അത്ര അഴുക്കായിട്ടില്ല, അവരുടെ മിറർ അഴുക്കായിട്ടുണ്ട്. പിന്നെ ബെഡ്ഷീറ്റ് ഒന്ന് കുടഞ്ഞ് വിരിച്ചിട്ടതിന് ശേഷം മിറർ ഒന്ന് ജസ്റ്റ് തൂത്തതിന് ശേഷം, ടേബിൾസ് ഒക്കെ തൂത്തതിന് ശേഷം ജസ്റ്റ് നമ്മുടെ വാക്യൂം ക്ലീനിങ് മാത്രമേ ഉള്ളൂ ഇന്ന്. നമ്മുടെ മോപ്പിംഗ് ഇല്ല, ബിക്കോസ് മോപ്പിംഗ് ആഴ്ചയിൽ 2 ദിവസം ഞാൻ ചെയ്യുള്ളൂ. അത് ഭയങ്കര ഹെക്റ്റിക് പിടിച്ച പണിയാണ്. എനിക്ക് മോപ്പിംഗ് ചെയ്യുമ്പം എല്ലാം മാറ്റി ചെയ്യണം. വാക്യൂം ആവുമ്പം അധികം ആ മുമ്പത്ത് കിടക്കണ കാർപ്പറ്റ് മാറ്റണ്ട. അപ്പം അതാണ്. അത് കഴിഞ്ഞ് ഇവനെ പിക്ക് ചെയ്യാൻ പോകണം. അത് ഇതിൻ്റെ ടൈമിൽ നടക്കൂല. അവളെ പിക്ക് ചെയ്ത് വന്നതിന് ശേഷം ക്ലീനിങ് നടക്കത്തുള്ളൂ എന്ന് എനിക്ക് തോന്നണം. ബാത്റൂം ക്ലീനിങ് ഒക്കെ ആഴ്ചയിൽ 2 ദിവസമേ ഉള്ളൂ. മോപ്പിങ്ങിൻ്റെ ദിവസമാണ് ഞാൻ ബാത്റൂം ക്ലീൻ ചെയ്യുന്നത്. സോ ദിസ് ഇസ് വാട്ട് ഐ ഡു ഇൻ എ ഡേ ആൻഡ് സ്റ്റിൽ ഗോയിങ് ഓൺ. ഹേ ഗൈസ്, അപ്പം നമ്മൾ മടക്കി കഴിഞ്ഞ് തുണി മൊത്തം തീർന്നിട്ടില്ല. ഇനി തേക്കാനുണ്ട്. നമുക്ക് കുറേ തുണികൾ നമുക്ക് തേക്കാൻ പാടുന്നുണ്ട്. കണ്ട, ഇത്രയും തുണികളുണ്ട്. മാമയുടെ തുണി, പിന്നെ ഇവയുടെ തുണി, എൻ്റെ തുണി. അപ്പം സമയം നമുക്ക് ഇവനെ പോയി പിക്ക് ചെയ്യേണ്ട സമയമായി. മോർണിംഗ് തൊട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട്. ഉറക്കവും വരുന്നുണ്ട്. പണി വീട് വൃത്തിയല്ലാണ്ട് കിടക്കണല്ലോ. ഒരു ഇതുണ്ടാവില്ല, മൈൻഡ് അപ്സെറ്റ് ആവില്ല. ദോശയുടെ ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നണം. അങ്ങനെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു. ഈ പെട്ടെന്ന് തലവേദന എടുക്കും, ദേഷ്യം വരും, എല്ലാം വരും. ഇത് വൃത്തിയാക്കി വെക്കാം. അപ്പം ഞാനൊരു ഓറഞ്ച് കഴിക്കാൻ പോകണതാണ്. ബിക്കോസ് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ക്ലീൻ ചെയ്ത് ഞാൻ കഴിക്കുമ്പോഴുള്ള ഭാഷ. സോറി ഫോർ ഇൻട്രപ്ഷൻ. ഇത് ഹോർമോണൽ പ്രോബ്ലംസ് ആണ്. PCOS PCOD ഒക്കെ ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവും. സെറ്റ് ചെയ്യും, പിന്നെ ഡിസ്ട്രാക്റ്റഡ് ആയി പോവും. സോ ഇവനെ പിക്ക് ചെയ്ത്, ഈ ഓറഞ്ചും കഴിച്ച് ഇവനെ പിക്ക് ചെയ്തതിന് ശേഷം വന്നിട്ട് നമുക്ക് അയണിങ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ക്ലീനിങ് ചെയ്യുക. അങ്ങനെ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം ഗൈസ്. സോ ഇതാണ് എൻ്റെ ഡെയിലി വ്ളോഗിലെ വാട്ട് ഐ ഡു ഇൻ എ ഡേ. സോ ദാറ്റ്സ് ഇറ്റ്. ഹേ ഗൈസ്, അപ്പം സമയം ഇപ്പം 1:50 ഇവനെ ഞാൻ കൊണ്ടുവരാൻ പോയത് മീൻസ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 12 മണിക്കാണ്. സോ 12 മണിക്ക് ഇറങ്ങി 12:30 അവിടുന്ന് തിരിച്ചു വന്നു. വീട്ടിൽ ഞാൻ ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്തുനിന്നാണ് ഫുഡ് മേടിച്ചു കൊടുത്തത്. കൊച്ചിന് ഫുഡൊക്കെ മേടിച്ചു കൊടുത്ത് യൂണിഫോമൊക്കെ മാറി ഒന്ന് സെറ്റായി വീണ്ടും ബാക്ക് ടു വർക്ക്. വന്നപ്പോഴേക്കും 12 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി 1 മണി 2 മണി ആകുമ്പോഴേക്കും 2 മണിക്കൂർ നമ്മളുടെ ഓൾറെഡി പോയി കഴിഞ്ഞിരിക്കുകയാണ്. 5 മണിക്കാണ് അവളെ റെഡിയാക്കി അവളുടെ
ആർട്ട് ക്ലാസ്സിനും സ്വിമ്മിങ് ക്ലാസ്സിനും കൊണ്ടാക്കേണ്ടത്. ആ ടൈമിനോട് അനുബന്ധിച്ച് നമുക്കും റെഡിയായി ജിമ്മിൽ പോകണം. സോ 5 മണിക്കുള്ളിൽ നമുക്ക് വർക്ക് തീർത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ തേച്ച് തുടങ്ങാൻ പോണേണ്. ഇതൊക്കെയാണ് അപ്ഡേറ്റ് വാട്ട് ഐ ഡു ഇൻ എ ഡേ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ ഗൈസ്, അപ്പം ഇതാണ് എൻ്റെ കൊച്ചുമോളാണ്. അത് മമ്മിയുടെ മോളാണ്. സോ ഇതാണ് എൻ്റെ മോള്. ഞാൻ പണിയെടുക്കണ ടൈമൊക്കെ ഇവക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ടൈമാണ്. ബിക്കോസ് പഠിപ്പിക്കത്തില്ല, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കും അല്ലേ. അപ്പൊ പോയി കണ്ടോ, ടി വി കണ്ടോ, പണിയെടുക്കണവരാണ് ടി വി കണ്ടോ. സോ നമുക്ക് തേച്ചോ കേട്ടോ. ഗൈസ്, അയണിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സമയം 2:50. കൃത്യം 1 മണിക്കൂറാണ് ഞാൻ അയണിങ്ങിനെടുത്തത്. സോ നമുക്ക് ഇനി വീട് ക്ലീൻ ചെയ്യാൻ തുടങ്ങാം. വീട് ക്ലീൻ ചെയ്യാം, ജസ്റ്റ് വാക്യൂം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് 5 മണിയാകുമ്പോൾ 2 മണിക്കൂർ കൂടെ ഉള്ളൂ. നമുക്കിനി സംസാരിക്കാനുള്ള സമയമൊന്നുമില്ല. 5 മണിയാകുമ്പോൾ പണിയെടുത്ത് റെഡിയായി കൊച്ചിനെ കൂടെ ക്ലാസ്സിൽ പോകണം, വേറെ ക്ലാസ്സിന് പോകണം. സോ തുടങ്ങിയാലോ. സോ let's get started.
ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഓരോ റൂം വെച്ച് ക്ലീൻ ചെയ്ത് ബ്രൂം ചെയ്ത് പോവാണ് ചെയ്യണം. വാക്യൂം ഞാൻ ഉപയോഗിക്കണില്ല. വാക്യൂം ഉപയോഗിക്കണമെങ്കിൽ ടൈം വേണം, അതിന് വേണമെന്ന പരിപാടിയാണ്. അപ്പം നോർമൽ ഓൾഡ് സ്കൂൾ പരിപാടി ബ്രൂമിങ് ആണ് ഇപ്പം നമുക്ക് പറ്റത്തുള്ളൂ. ഇപ്പം 3:15 ആയിട്ടുണ്ട്. ഈ റൂം നമുക്ക് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ ലോണ്ട്രിയുടെ അടുന്ന വരാന്തില്ലേ പാസേജ്, അത് ക്ലീൻ ചെയ്ത് നമുക്ക് നേരെ ഹോളിലോട്ട് നടന്നിട്ടാണ് കിച്ചണിലോട്ട് പോയി പക്ക ക്ലീൻ ചെയ്ത് സെറ്റാക്കാൻ. അവിടെ ഇവമോൾ ഉറങ്ങിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കം ഓൺ. അപ്പോൾ ഗൈസ് ഈ റൂമിലെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. 3:25 മോള് ഉറങ്ങണേണ്. ക്ലീൻ ചെയ്തിട്ടുണ്ട്. മോപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ല, ബാക്കിയെല്ലാം ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ക്ലീൻ ചെയ്യാൻ പോണത് കണ്ടില്ലേ, 2 റൂമിൻ്റെ അടുത്ത് ഇവിടെ ഉണ്ട്. അത് നമുക്ക് ക്ലീൻ ചെയ്യാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ, നിങ്ങളുടെ ഇന്നർ സെൻസസിനെ തുറക്കട്ടെ. ഈ മലങ്കര കുർബാനയില് അച്ഛൻ ചൊല്ലുന്ന ഒരു രഹസ്യ പ്രാർത്ഥനയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവിടെ ഇങ്ങനെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് മുട്ടമേൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്, അങ്ങനെ മുട്ടമേൽ നിന്ന് അച്ഛൻ സ്വകാര്യമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ് കേട്ടോ. ഒന്നാന്തര പ്രാർത്ഥനയാണ് കേട്ടോ. സർവാധിപതിയും മനുഷ്യരുടെ അപരാധങ്ങളെ ക്ഷമിക്കുന്നവനും പാപികളുടെ മരണം ആഗ്രഹിക്കാത്തവനുമായ ദൈവമേ, എന്റെ ആത്മീയ കരങ്ങൾ ഇതാ ഞാൻ നിന്റെ സന്നിധിയിലേക്ക് നീട്ടി എന്റെ എല്ലാ പ്രമാണ
മൊത്തം ഹോളും തീർന്നിരിക്കുകയാണ്. വെന്റിലേറ്റർ മാറ്റിയാൽ മരിക്കും. ഡാർക്ക് 4 മണി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചണും ആ ഒരു സംഭവം പാസേജും ക്ലീൻ ചെയ്യണം. അപ്പം ഇനി അത് കാണാം. സമയം 4:30 കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വാട്ട് ഐ ഡു ഇൻ എ ഡേ കഴിഞ്ഞിരിക്കുകയാണ്. ഇറ്റ് വാസ് എ ടാസ്ക്. നമ്മുടെ ടൈം പീരീഡ് എന്ന് വെച്ചാൽ 5 മണിയായിരുന്നു. പക്ഷേ അരമണിക്കൂർ മുമ്പ് നമ്മൾ തീർത്ത്. ഇറ്റ്സ് എ ഗുഡ് ജോബ്. അതിൻ്റെ ഇടയിൽ കുറച്ച് സമയം തൊട്ടാണ് പോയോണ്ടാണ്, അല്ലെങ്കിൽ അതിന് മുമ്പേ തീർന്നാണ്. സോ നമുക്ക് ലാസ്റ്റ് ഔട്ട്പുട്ട് കാണണ്ടേ നമ്മുടെ വീടിൻ്റെ. Baila conmigo bajo la luna, el ritmo calienta, siente la fortuna de sol y fuego, pasión en la arena, tu movimiento es pura candela,
ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇറ്റ് വാസ് എ ബിഗ് ടാസ്ക്. 9:30 തുടങ്ങിയിട്ട് 4:35 ആയപ്പോഴാണ് സഹിതം തീർന്നത്. അപ്പം പുതിയൊരു വെറൈറ്റി കണ്ടൻറ്റുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും, വീഡിയോയിലേക്ക് തന്നെ. അപ്പം നമുക്ക് പിന്നെ കാണാം. ബൈ.